ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സൺഡേ വ്ലോഗ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ നാട്ടിൽ ചിലരൊക്കെ വന്നിട്ട് ഒരു വ്ലോഗ് ഒന്നും ചെയ്തില്ല. അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് രാവിലെ തന്നെ ഞങ്ങളെല്ലാരും കുറച്ച് താമസിച്ചാണ് എണ്ണീറ്റത്. അപ്പൊ രാവിലെ ചായയിടയിലും കാര്യങ്ങളും ഒക്കെയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിവിടെ 2 അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. ഒന്ന് നമ്മുടെ വീടിനടുത്താണ്, അത് വിഷുവിന്റെ അന്ന് പോയായിരുന്നു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, കുറച്ച് ദൂരെയാണ്. എന്നാലും നമുക്കാകെ ഈ 2 ഉള്ളു പോകാൻ. അങ്ങനെ എന്തായാലും രാവിലെ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ എല്ലാവരും ഒക്കെ എന്തായാലും ഇടിപിടിന്ന് റെഡിയായി. ഞാൻ പിന്നെ ഒരു സാരിയൊക്കെ എടുത്ത് ഉടുത്തത്, അമ്മയൊക്കെ വന്നേയില്ലേ. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്കിഷ്ടമാണ് സാരി ഉടുക്കാനായിട്ട്. അങ്ങനെ സാരിയൊക്കെ ഉടുത്തത് മക്കളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മക്കൾ ഇരുന്നതേ വഴി പറഞ്ഞു കൊടുക്കലും പോകുന്ന വഴിക്ക് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കലൊക്കെ ആയിരുന്നു അവര്. അങ്ങനെ ഞങ്ങള് അമ്പലത്തിലെത്തി. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോ അവിടെ ഉണ്ട് ആയുഷിയും അനുചേട്ടനും ഗ്രീഷ്മയും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയുടെ ഒക്കെ വീട്ടിൽ പോയായിരുന്നു. അപ്പൊ അന്ന് അമ്മയൊക്കെ വന്നോണ്ട് നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പോന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞായിരുന്നു ഞങ്ങൾ നാളെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് വന്നത്. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങി ഇനി നമ്മൾ വിചാരിച്ച് രാവിലെ കഴിക്കാനായിട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കോഫി ഹൗസിൽ പോയി മസാല ദോശ അതിൽ കഴിക്കാമെന്നായിരുന്നു. പിന്നെ അന്നേരം ഗ്രീഷ്മയൊക്കെയാണ് പറഞ്ഞത്. അവരെ കൂടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അവരങ്ങോട്ട് വരുന്നില്ല, അവർ പ്ലാൻ ചെയ്തത് ഇവിടെ സിഗ്രി ദോശ കഴിക്കാനാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ശരിയാണെന്നാൽ പിന്നെ അവരെ അത് നാട്ടിൽ നിന്ന് വരുമ്പം ഇവിടെ നമുക്ക് മസാല ദോശ ഇപ്പം നമ്മൾ സാധാ മസാല ദോശ നാട്ടിലും കഴിക്കുന്നില്ല. ഇപ്പം ഇവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതല്ലേ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ വെച്ച്, പക്ഷെ ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് ഓർത്തതാണ്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഒത്തിരി നേരം ഒരു ഞായറാഴ്ചയൊക്കെ വന്നാൽ കുറച്ച് കൂടുതലായിരിക്കും തിരക്ക്. അങ്ങനെ എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് തന്നിട്ടായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാം അവിടെ നിന്നു. പിന്നെ അവരെല്ലാവരും പോയി ദോശയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എൻ്റെ ദോശ വന്നു. എല്ലാവർക്കും ദിൽഖുഷ് ദോശയാണ് വാങ്ങിക്കൊടുത്തത്. ഞാൻ ഒരു സാധാ മസാല ദോശ കഴിച്ചത്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ദോശയൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് സോസും പിന്നെ കണ്ട പച്ചക്കറി ഇല്ലാക്കെ കുറേയൊക്കെ വാരി ഇങ്ങനെ ഇടുന്നുണ്ട്. മല്ലിയിലൊക്കെ കൂടുതലൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്കൊക്കെ ഒരു ഇച്ചിരി ഇഷ്ടക്കുറവുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലങ്ങനെ മല്ലിയില അധികം ഇട്ട് കഴിക്കുന്നില്ല. അപ്പൊ മല്ലിയിലയുടെ ഒരു ചുവയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ചട്നിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. മക്കൾക്കൊക്കെ പിന്നെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് വന്ന് കഴിക്കാനൊക്കെ. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. പിന്നെ പോന്ന വഴിക്ക് ഒരു ചായ കുടിക്കാന്ന് വെച്ചു. അങ്ങനെ ഒരു ചായയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയത്. അമ്മയൊക്കെ വന്നപ്പോൾ തൊട്ട് വിചാരിക്കും ഒരു ഫുൾ ഡേ വ്ലോഗ് ചെയ്യണമെന്ന്, പക്ഷെ ഇതുവരെ സമയം കിട്ടിയില്ല. പിന്നെ ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് ഞാൻ വെച്ച് സൺഡേ അല്ലേ, അപ്പൊ പിന്നെ എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചു. അങ്ങനെ വീട്ടിലെത്തി. ഞങ്ങളെല്ലാം യാത്രാക്ഷീണമൊക്കെ ആയിട്ട് അവിടെ എവിടെയും ചടഞ്ഞിരിക്കുകയാണ്. അപ്പൂപ്പനും മക്കളും കൂടെ ഇരുന്ന് ഗെയിം കളിക്കുവാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇത് വാങ്ങിയതാണ്. വാങ്ങിയതിന് ശേഷം എപ്പോഴും ഇതുകൊണ്ട് നടക്കുവാണ്. നമുക്ക് കളിക്കാന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാം പുറത്ത്. അങ്ങനെ എന്തായാലും അവര് 3 പേരും അതുമായിട്ട് ബിസിയാണ്. മമ്മി ചേട്ടൻ ഇവിടെ അവിയലിന് അരിയുവാണ്. ഞങ്ങൾ വെച്ച് ഇന്ന്
അവിയൽ വെക്കുന്നു, ഞാൻ ദേ രസം ഉണ്ടാക്കുന്നു. അപ്പൊ കുക്കിംഗ് എല്ലാം ഞാൻ തന്നെയാ. പിന്നെ അപ്പം രസമുണ്ട് ഇന്ന്. പിന്നെ മമ്മി ഇപ്പൊ അവിയലെല്ലാം അരിഞ്ഞു തന്നു. അവിയല് പിന്നെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ തലേന്ന് വെച്ചായിരുന്നു മീൻകറി. പിന്നെ പപ്പടം, മാങ്ങാച്ചാറ്, അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഊണൊക്കെ. ഇപ്പൊ എല്ലാരും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല എല്ലാവരോടൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. നമ്മള് നല്ല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു. പിന്നെ സൺഡേ ആണെങ്കിൽ ചേട്ടനും ഉണ്ട്. അങ്ങനെ ഇപ്പൊ എല്ലാവരും ഉള്ളപ്പോ ഞങ്ങളിങ്ങനെ തറയിലൊക്കെ ഇരുന്ന് ഇരുന്ന് വാചകം അടിച്ചൊക്കെ ഇരുന്ന് കഴിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോ ഞങ്ങൾ വെച്ച് ഇവിടെ നമുക്ക് അടുത്തൊരു സൂ ഉണ്ട്, അവിടെ നിന്ന് പോകാന്ന് വെച്ചു. പക്ഷെ ഇവിടെ ഭയങ്കര വെയിലാണ്ട് ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് പോണോന്ന് വെച്ചിരിക്കുക. പക്ഷെ ഭയങ്കര ചൂട്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ദേഹത്തോടങ്ങ് ചൂട് കാറ്റടിക്കുക മുഖത്ത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴല്ലോ 5 മണി കഴിഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ ആണ് അവർ പറഞ്ഞത്, ടിക്കറ്റ് എടുത്തപ്പം 5 മണി ആവുമ്പത്തിന് ഇവര് ഈ മൃഗങ്ങൾക്കെല്ലാം കയറാനായിട്ട് അവരുടെ കൂടൊക്കെ അങ്ങ് തുറന്നു വെക്കും. അപ്പൊ അതിനകത്തോട്ട് കയറി പോയെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ആ സമയത്ത് അതിനെ കയറ്റും. ഇനി അതിന്റെ അങ്ങനെ ആ വാതിലങ്ങനെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം, ആനിമൽസിനെ അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുക്കുന്നൊന്ന് ചോദിച്ചിട്ടാ പിന്നെ ടിക്കറ്റ് എടുത്തു നമ്മള്. കാരണം പിന്നെ ഒരു ഡേ ടൈം വരാനായിട്ട് ഇനി നമുക്ക് ദിവസമില്ല. കാരണം അടുത്ത സൺഡേ അമ്മയൊക്കെ തിരിച്ചു പോവാ. അതുകൊണ്ട് പിന്നെ ഞങ്ങള് പിന്നെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും, അതിനകത്ത് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് പോയി. നല്ലതായിരുന്നു, അവരെല്ലാരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് കുറെ നടക്കാനുണ്ട്. ഞങ്ങൾ ചെന്നപ്പോ പിന്നെ കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റി. കരടി ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ അതിലേയും അങ്ങനെ അധികം ഒരുപാടങ്ങ് നമ്മുടെ നാട്ടിലെ ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ഒത്തിരി ആനിമൽസിനെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുള്ളതാണ്, വളരെ കുറച്ചേ ഉള്ളു ആനിമൽസ് ഒക്കെ. പിന്നെ പിള്ളേരും ഒക്കെ ആയിട്ട് വരാം, അവർക്ക് സൂവിൽ പോയവര് ഇതൊക്കെ. ചെന്നൈയിലെ എന്താ കുഞ്ഞാ അവിടെ? ഇതുവഴി അല്ലായിരുന്നു. ഇങ്ങോട്ടായിരുന്നു ഒന്നേ കണ്ടോളിപ്പ അതിനകത്ത്. മോനെ അങ്ങനെ ചവിട്ടി കയറണ്ട. കുഞ്ഞു എന്താ കുഞ്ഞത്? കുഞ്ഞു എന്താ അത്? ഇന്നതല്ല ഇനി ആണോ? പച്ചക്കറി ഇട്ടിരിക്കും, തക്കാളിയും എന്താ കുഞ്ഞത്? എന്താ എവിടുന്നോ അല്ല, നമ്മള് കേരളത്തിൽ താമസിക്കുമ്പോൾ ആമ എവിടുന്നോ വന്നു. എന്താ പറഞ്ഞത്?
ആ ഈ മീൻ അവിടെ അനങ്ങുന്നില്ലെന്ന് പറഞ്ഞത്. ഇത് കണ്ടായിരുന്നു, ഇതിനകത്തൊരെണ്ണം ഉണ്ടായിരുന്നു. അത് ശരിയല്ലോ കേറല്ലേ. താഴോട്ട് വീഴുന്നില്ല, ജാമായി പോയോ? അങ്ങനെ ഞങ്ങൾ അതിനകത്തെല്ലാം കയറി നല്ല എൻജോയ് ചെയ്ത് തിരിച്ചിറങ്ങിയപ്പോഴത്തേനും പിന്നെ കരച്ചിലും ബഹളമായിരുന്നു. അവിടെ കുറേ ടോയ്സും കുറേ കച്ചവടക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞൂസ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഞങ്ങൾ വേണ്ട പോരുന്ന വഴിക്ക് കരിമ്പ് ജ്യൂസ് ഇപ്പം കുറേ ആയിട്ടിങ്ങനെ വഴിയിലെല്ലാം ഉണ്ട് ഒരുപാട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് നിർത്തി കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു സൺഡേ. രാവിലെ അമ്പലത്തിൽ പോയും പിന്നെ വൈകുന്നേരം ഇന്ന് കറങ്ങാനൊക്കെ ഒന്ന് പോയി, പാർക്കിലൊക്കെ ഒന്ന് പോയി അടിച്ച് പൊളിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ രാത്രിയിൽ ഞാൻ വന്നു റൊട്ടിയും പനീറുമാണ്. അപ്പം ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു പനീർ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട്. നമ്മുടെ നാട്ടിലെങ്ങനെ ഈ പനീർ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കഴിക്കുന്നതും എല്ലാം ഇവിടെ വന്നിട്ടാണ്. അപ്പം അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ പറയാം. അപ്പം എൻ്റെ വീട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഫംഗ്ഷൻ ഒന്നും പോകുമ്പോൾ നമ്മൾ ഇതങ്ങനെ കണ്ടിട്ടില്ല. കോമൺ ആയിട്ട് ആരും ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഇവിടെ വന്നാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത് കഴിക്കുന്നതൊക്കെ. അപ്പൊ ഞാനിത് ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോൾ രണ്ടുപേരും എൻ്റെ അടുത്ത് നിന്ന് കാണുമായിരുന്നു എങ്ങനെയാ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പൊ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു സൺഡേ വ്ലോഗ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.